എല്ലാരും കഴിക്കാൻ പറ്റും. രണ്ട് പുതിയ വണ്ടിമേലെ നാച്ചുവിന്റെ കല്യാണത്തിന് ആണ് പോകുന്നത്. നാച്ചുവിന്റെ കല്യാണത്തിന് നാച്ചു കല്യാണം വിളിച്ചോ? ഇല്ല, പറയാത്ത കല്യാണം. അന്നെ പേഴ്സണലി എന്താ പറഞ്ഞേ? ആദ്യമായിട്ടോ ഒരു ഹോട്ടലിൽ കല്യാണം കൂടാൻ പോകുന്നത്. അത്യാവശ്യം ലഘുവായിട്ടുള്ള എന്നാൽ നല്ല രസമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിൽ കയറി. ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ കല്യാണം. വെൽക്കം ബോർഡൊക്കെ അവിടെ ഉണ്ട്. പോയ സമയത്താണ് എല്ലാ പ്രമുഖരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ എടുക്കാൻ നിൽക്കാമെന്ന് മനസ്സിലായി. പിന്നെ ആജ് ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ പറയാനുള്ളത് നോക്കാം. കല്യാണം കഴിച്ചു, എല്ലാരും കഴിക്കാൻ പറ്റും. ഇപ്പോൾ എവിടെ പോയാലും കൺമണിയുടെ ചേട്ടനല്ലേ എന്ന ലേബലാട്ടോ എനിക്ക് അറിയപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഇടയിൽ നമുക്ക് എനിക്ക് നോക്കി വിട്ടു. എനിക്കൊക്കെ എന്താ പറയുക, ഇന്ന് എന്തൊക്കെ കഥ പറയാം. സാറിന്റെ കല്യാണത്തിന് പോയ കഥയാണ് ഇന്ന്. ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടോ? കല്യാണം കഴിക്കുന്നത് സന്തോഷത്തിൽ നാച്ചും ക്ലിപ്പ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എനിക്ക് ആട്ടോ ഈ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സൈലം സ്റ്റുഡൻസ് ഒഫീഷ്യലിൻ്റെ അഡ്മിൻ. ഇതിനാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് കൂടിയാണ് കേട്ടോ. കിട്ടിയ സമയത്ത് നമ്മൾ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൻ്റെ പ്രൊമോ കൂടി നാച്ചു സാറെ കൊണ്ട് എടുപ്പിച്ചിട്ടാട്ടോ പരിപാടി അവസാനിപ്പിച്ചത്. അസ്ത്ര ബാച്ച് അടിപൊളിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ബാച്ചാണ് അസ്ത്ര ബാച്ച്. ബെസ്റ്റ് സമയം കൂടിയാണ്. ഉറപ്പായിട്ടും ഞാൻ കല്യാണം കഴിഞ്ഞ് മറ്റന്നാൾ തൊട്ട് ഞാനും ജോയിൻ ചെയ്യും. നമുക്ക് അടിപൊളിയാക്കാം. വിളിച്ചില്ലെങ്കിലും വരുന്ന കഥാപാത്രങ്ങളാട്ടോ നിങ്ങൾ കാണുന്നത്. JMKയും അച്ഛനും ഫൈസലൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. സോ എന്തായാലും നല്ല രസമുള്ള പരിപാടിയായിരുന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ കാണാം. ബൈ.